ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് റമദാൻ 15-ൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നോമ്പ് തുറ വിഭവങ്ങളുടെ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്നത്തെയും പോലെ 4 മണിക്ക് അത്താഴത്തിനായി എണീറ്റിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് മക്കളെയൊക്കെ വിളിച്ചുണർത്തിയത്. അപ്പോൾ എണീപ്പിക്കാനൊക്കെ നല്ല പാടാണ് കേട്ടോ. ഒരാളെ വിളിച്ചപ്പോഴേക്കും തിരിഞ്ഞടന്ന് ഉറങ്ങി, മറ്റേ ആൾ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വലിയ ടാസ്ക് ഞാൻ പിന്നെ പുട്ടൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും തുടർന്നു. അവസാനം അവരെണീച്ച് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോടൊപ്പം ഇരുന്നിട്ടില്ല, ഈ ഒരു കോഫിയും കൂടി റെഡിയാക്കിയതിന് ശേഷം ഇരിക്കാമെന്ന് വിചാരിച്ചു. പുട്ടിന് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പം പകൽ എല്ലാവർക്കും വയറിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പഴം കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും അത്താഴത്തിന് ചായയേക്കാളും ഇഷ്ടം കോഫിയാണ് കേട്ടോ. ചായ കുടിക്കുമ്പം എന്തോ ഒരു മനമറിപ്പ് പോലെയാണ്. അപ്പോൾ നല്ല അടിച്ച് പതപ്പിച്ച ഒരു കോഫിയുമായിട്ട് ഞാനും രംഗത്തേക്ക് ഇറങ്ങി. അങ്ങനെ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാങ്കൊക്കെ കൊടുത്തു, നിസ്കരിച്ചു. എന്നിട്ട് കുറേ നേരം ഇരുന്ന് ഓതിയതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ട് നേരം വെളുത്തതിന് ശേഷം വീണ്ടും എണീറ്റിട്ടുണ്ട്. മുറ്റമടിക്കലും ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് റെഡിയാക്കി വെച്ചു. പിന്നെ സ്നാക്സ് റെഡിയാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാണാൻ നല്ല മൊഞ്ചുള്ള, കഴിക്കാനും അതുപോലെ ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ബാക്കി മൈദ ഞാൻ എടുത്ത സ്ഥാനത്തിന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഇടയിൽ കൂടി തന്നെ ഒതുക്കിയും കൂടി ചെയ്ത് പോയാൽ നമുക്ക് വലിയ പണിയൊന്നും പിന്നീട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഒരല്പം പാലാണ് ചേർത്തത്. അപ്പോൾ അധികം കൂടിപ്പോരുത്. നമുക്കിത് ഇളം ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കാരണം ഈസ്റ്റും കൂടി ചേർത്തതല്ലേ. അപ്പോൾ അതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം അല്പം ചേർത്തിട്ട് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കണം. നമുക്കിത് പരത്താനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 3/4 മണിക്കൂറോളം അതൊന്ന് മൂടി വെച്ചിരിക്കണം. അതിനിടയിൽ മൈലാഞ്ചി വെക്കാനുള്ള ഒരു പൂതി വന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഇലയൊക്കെ ഒന്ന് പറിച്ചിട്ട് വന്നു. ഒരുപാട് മൈലാഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലീഫ് അങ്ങനെ എടുത്തതാണ്. എന്തായാലും പെരുന്നാളൊക്കെ വരികയല്ലേ. അപ്പോൾ മിക്സിയിൽ മൈലാഞ്ചി അരയ്ക്കാൻ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറ് നിറയെ ഇല വേണം, എങ്കിൽ മാത്രമേ അരഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് അടിക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഇല ഇട്ട് കൊടുത്തിട്ട് ജാറ് ഫുള്ളാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. പെട്ടെന്ന് അരച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൈലാഞ്ചി ചൂടായി പോവും. അപ്പോൾ പിന്നെ അധികം നിറമൊന്നും കിട്ടില്ല. അപ്പോൾ അതിങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് നാരങ്ങ നീരുകൂടി ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റെയിൻ കിട്ടും. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് അത് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഏതായാലും ഇടാനുള്ള ടൈമില്ലല്ലോ, കുക്കിങ്ങൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇഷയൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഗീ റൈസ് റെഡിയാക്കുകയാണ്. ജീരകശാല റൈസ് ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഐഷു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാമാണ് കേട്ടോ മക്കൾക്ക്. ഇനിയിപ്പം 2 മാസം അവധിയാണല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ മുഖത്തുണ്ട്. അപ്പോൾ നല്ല വെയിലും ചൂടുമൊക്കെയാണ് കേട്ടോ. മുറ്റത്തുനിന്ന് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ തന്നെ എല്ലാം കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബൗളിൽ ഞാൻ 3/4 ഭാഗം അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബിൾ വെള്ളം വെച്ച് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. അപ്പോൾ ഇന്ന് നെയ്യൊന്നും ചേർക്കുന്നില്ല, വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ആയിട്ട് 2 പട്ട, 4 ഗ്രാമ്പു, പിന്നെ 4 ഏലക്ക, 1 ബേ ലീഫ് ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 1 സവാളയാണ് കേട്ടോ ചേർത്തത്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലേ, ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്ക് അരിയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ഈ ഒരു ഗീ റൈസ് റെഡിയായി കിട്ടും. അതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് നട്ട്സും കിസ്മിസും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇക്കാനോട് വിളിച്ച് പറഞ്ഞപ്പോൾ നട്ട്സും കിസ്മിസും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതുകൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം.
പിന്നെ സമൂസ ലീഫൊക്കെ ഇപ്പോഴാണ് കേട്ടോ വാങ്ങുന്നത്. അതുവരെ ഞാനിവിടെ ലീഫ് ഉണ്ടാക്കിയിട്ട് അതിലാണ് സ്നാക്സൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ചിക്കനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ചിക്കൻ കഴുകി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഈസി ചിക്കൻ കറിയാണ്, നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 സവാളയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അധികം ഒന്നും വഴറ്റിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി. ആ സവാള ഒന്ന് കുഴഞ്ഞു വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്തത്. ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുക. 3/4 ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ബാക്കി പൊടികളൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയും ചിക്കനും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ കറിക്ക് അധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാനുണ്ട്. ആ ഒരു സമയത്ത് ചിക്കൻ വെന്തോളും. ഇനിയിപ്പോൾ കുറച്ച് ബോൺലെസ് ചിക്കൻ പീസസൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് ഫില്ലിംഗ് റെഡിയാക്കാനാണ്. ഇന്നിപ്പോൾ ഞാൻ 2 ടൈപ്പും ചെയ്യുന്നുണ്ട്, ചിക്കൻ വെച്ചിട്ടുള്ളതും അല്ലാതെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫില്ലിംഗ് വേണമെങ്കിലും തയ്യാറാക്കാം. ഓൾറെഡി കഴുകിയ ചിക്കൻ പീസസ് ആണ്, എന്നാലും കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കഴുകിയിട്ട് ഞാനൊന്ന് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഒറിഗാനോ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സിൽ നമ്മൾ ആദ്യം റെഡിയാക്കിയത് അതും ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫില്ലിങ്ങിലേക്ക് തേങ്ങ വെച്ചിട്ടുള്ള ഒരു ചട്നിയും കൂടി റെഡിയാക്കണം. അപ്പോൾ തേങ്ങ, എരിവിലേക്കായിട്ട് ഒരു പച്ചമുളക്, പിന്നെ മല്ലിയിലയാണ് കേട്ടോ വേണ്ടത്. അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം കറിവേപ്പിലയാണ് ചേർത്തത്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരല്പം വിനാഗിരി ഒട്ടും കൂടരുത് കേട്ടോ, പുളിരസം ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് അടിപൊളിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ആണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല കുറുകി, ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും. ചിക്കനിലുള്ള ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ, നിങ്ങൾ രണ്ടാമത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ കറി അല്പം വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തത്. ഈ ഒരു ചിക്കൻ കറി റൈസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പത്തിരിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഗീ റൈസും റെഡിയായി. അതിലേക്ക് നട്ട്സും കിസ്മിസൊക്കെ വന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 3:30 മണിയായപ്പോഴേക്കും ഐസയും സ്കൂൾ വിട്ട് വന്നു. അവൾക്കും ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പം പഠിക്കാനൊന്നും പറയില്ലല്ലോ, 2 മാസം അടിച്ചു പൊളിക്കാമല്ലോ. ആ ഒരു സന്തോഷം ആ ഒരു ചിരിയിൽ തന്നെ കാണാം. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞല്ലേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റൊക്കെ എന്നെ കാണിക്കുകയാണ്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്, എന്നാലും ഗിഫ്റ്റ് എന്ന് പറയുമ്പം അതൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ കുറച്ച് നേരം അവളോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു. ആ ഒരു സ്നാക്സിൻ്റെ ബാറ്റർ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട്, അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റൊരെണ്ണം വെച്ച് കൊടുക്കാനാണ്. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ആക്കിയത്. എന്നിട്ട് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഒട്ടൽ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ മൈദ തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുത്തു. ചപ്പാത്തിയേക്കാളും ഒരല്പം കൂടി കനത്തിൽ ഇത് പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ്സോ ഇതുപോലെ ഒരു ബൗളോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു അടയാളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ആദ്യം ഈ ഒരു ചട്നി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ആ ഒരു ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ഇത് ഞാൻ പൊട്ടറ്റോ വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു മയണൈസാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം.
മുട്ട ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു മയണൈസാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൊട്ടറ്റോ മയണൈസും വെച്ചിട്ട് മറ്റേ ചപ്പാത്തി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ ലോക്കായിട്ടിരിക്കും. എന്നിട്ട് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു ഗോൾഡൻ കളറിൽ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ലോണം പൊന്തി വരും. അപ്പോൾ അതാ ഞാൻ വെജിറ്റബിൾ വെച്ചിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ മുറിച്ച് കാണിക്കുന്നത്. പുറത്ത് ചെറിയ ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല ബന്ന് പോലെ നല്ല സോഫ്റ്റും ഉള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോമ്പിന് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇനിയിപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള ഒരു ഡ്രിങ്കും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, മുഹബത്ത് ഷർബത്താണ് റെഡിയാക്കി എടുക്കുന്നത്. തണ്ണിമത്തനിലേക്ക് നമ്മൾ റൂഹ് അഫ്സയും പിന്നെ പാലും ഒക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കൂലേ, അത് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള റൂഹ് അഫ്സ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്, ബീട്രൂട്ട് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇതിലേക്ക് അല്പം കസ്കസും പിന്നെ ഫ്രോസൺ മിൽക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റായി കിട്ടും. ആ ഒരു ഡ്രിങ്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. ഇത് പിന്നെ മക്കൾക്ക് ഒരു ഐസ്ക്രീം പോലെ റെഡിയാക്കിയതാണ്, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. നേരത്തെ പണികളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് 5:30 തന്നെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇക്കായും കൂടി നമ്മളോടൊപ്പം നോമ്പ് തുറക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സ്നാക്കും ഡ്രിങ്കും ഒക്കെ അടിപൊളിയാണ്, നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ഒരു ഗീ റൈസും ചിക്കൻ കറിയൊക്കെ കഴിച്ചത്. പിന്നെ രാത്രി കിടക്കാൻ സമയത്താണ് കേട്ടോ ഞാൻ മൈലാഞ്ചി ഇട്ടത്. അപ്പോഴേ എനിക്ക് ടൈം കിട്ടിയുള്ളൂ. ആ ഒരു നഖം അങ്ങനെ വെളുത്തിരിക്കുന്ന കാണുമ്പം മൈലാഞ്ചി അണിയാനൊക്കെ തോന്നും. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാലോ അത് പെട്ടെന്ന് പോണില്ലല്ലോ എന്നായിരിക്കും പിന്നത്തെ ചിന്ത. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ എന്നെപ്പോലെ? എന്നാൽ കമൻറ്റ് ചെയ്യണേ. പെരുന്നാളിന് എന്തായാലും ഇൻഷാ അല്ലാഹ് ട്യൂബ് മൈലാഞ്ചിയൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നഖത്തിൽ മാത്രം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്താ മോൾക്ക് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരണമെന്ന് ഒരേ വാശി. പിന്നെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അപ്പോൾ പുറത്ത് പോവാതെ ഞാൻ അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൾ നീറ്റായിട്ട് ഇട്ട് തന്നു, കുഴപ്പമില്ല. പിന്നെ ഏത് ചുവക്കാത്ത മൈലാഞ്ചിയും ചുവക്കാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അല്പം നാരങ്ങ നീര് ചേർത്ത് അരയ്ക്കണം. എന്നിട്ട് ഒരു പ്രാവശ്യം ഇട്ടതിന് ശേഷം അത് കഴുകി കളയില്ലേ, കഴുകുമ്പോൾ ഈ ഒരു നിറത്തിലാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്, ഒരു ചെറിയ മഞ്ഞ കലർന്ന നിറം. അപ്പോൾ വീണ്ടും ആ ഒരു സമയത്ത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു 3 തവണയെങ്കിലും മിനിമം ഇട്ട് കഴിഞ്ഞാൽ ഏത് ചുവക്കാത്ത മൈലാഞ്ചിക്കും നല്ല നിറം ഉണ്ടാവും, ഈ ഒരു നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പം മിനിമം 3 തവണയെങ്കിലും വെക്കുക. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വെക്കാം. എത്ര വെക്കുന്നോ അത്രത്തോളം നിറം കൂടും. പിന്നെ നമ്മൾ മൈലാഞ്ചി കുറച്ചൊന്ന് നീങ്ങി കഴിയില്ലേ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പം ഒന്ന് നീങ്ങി കഴിയുമ്പം വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചിട്ട് കൊടുത്താൽ കുറേ കൂടി നല്ല സ്റ്റെയിൻ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ടിപ്സും റെസിപ്പീസും ഒക്കെ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.